വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മാങ്ങാക്കാലം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലുള്ള ഒരു 5 വെറൈറ്റീസ് ഓഫ് മാങ്ങയുടെ ടേസ്റ്റ് ചെയ്ത് റിവ്യൂ പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. മാങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ. ഇതൊരു വിദേശി ഇനം മാങ്ങയാണ്. നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലത്തെ ഒരു അങ്കിൾ തന്നതാണ്. അപ്പോൾ ഇതൊരു വിദേശി ഇനം മാങ്ങയാണ്. നല്ല വലിപ്പമുണ്ട്, നല്ല മണവുമുണ്ട്. ഇത് ഏകദേശം ഒരു 2 ദിവസം വെച്ചിട്ടാണ് നമുക്കിത് പഴുത്ത് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം. കണ്ടോ, ഇതുപോലെ നല്ല മണമുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. കണ്ടോ, അടിപൊളിയല്ലേ. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. വാവ്, സൂപ്പർ. നല്ല മധുരമുണ്ട് കേട്ടോ ഈ മാങ്ങയ്ക്കും. ഇതൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള മാങ്ങ തന്നെയാണ്. സൂപ്പറാണ്. ഇതിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. തൊലി ഇച്ചിരി കട്ടിയാണെങ്കിലും ഉൾവശം നല്ല ടേസ്റ്റും നല്ല കളറുമാണ്. കണ്ടോ, സൂപ്പറല്ലേ. എൻ്റെ അമ്മോ, നല്ല മണം. അപ്പോൾ ഇത് ഒരു കുഞ്ഞി മാങ്ങയാണ്. ഇത് നമ്മൾ സാധാരണ മാങ്ങ പോലെ അരിഞ്ഞിട്ടല്ല കഴിക്കുക, നമ്മളിത് കടിച്ചിട്ടാണ് കഴിക്കുക. നല്ല മണമാണ്. ഇത് ഏതിനം മാങ്ങയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ മണം, സൂപ്പർ ടേസ്റ്റുമാണ്. നോക്ക്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോയാണ്. സൂപ്പർ. അടുത്തത് നോക്കാം. ഇതിൻ്റെ പേര് എനിക്കറിയാം. ഇതാണ് നമ്മുടെ സ്വന്തം മൂവാണ്ടൻ മാങ്ങ. അപ്പോൾ കഴിച്ചു നോക്കിയാലോ. This is also very sweet. നോക്ക്, നല്ല കളറും നല്ല മധുരമാണ്. ഈ മാങ്ങയ്ക്ക് വലിയ രീതിക്ക് പരിചരണമൊന്നും വേണ്ട. ചുമ്മാ ഇങ്ങനെ വീട്ടിലൊരു തൈ വെച്ചാൽ നനച്ചു കൊടുത്താൽ നമുക്കിഷ്ടം പോലെ കായ്ഫലം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മാംഗോ വെറൈറ്റിയാണ് മൂവാണ്ടൻ മാങ്ങ. അപ്പോൾ അടുത്ത മാങ്ങയിലേക്ക് പോവാം. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. പേരൊന്നും അറിയില്ല, ബട്ട് നന്നായി പഴുത്തിട്ടുണ്ട്, നല്ല മണവും ഉണ്ട്. ഇതിന് നല്ല കളറുണ്ട് കേട്ടോ. ഇത് നല്ല മധുരമുള്ളൊരു വെരി ഡിലീഷ്യസ് മാംഗോയാണ്. നല്ല മധുരമുണ്ട്. കണ്ടോ, ഇത് നല്ല കളറും ഉണ്ട്, നല്ല മധുരവും ഉണ്ട്, നല്ല മണവും ഉണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ ഇനത്തിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ഉറപ്പായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത മാങ്ങയിലേക്ക് പോവാം.
ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല, അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് ടേസ്റ്റ് നോക്കാൻ ഒരെണ്ണം വിധം മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതും ഒരു കുഞ്ഞി മാങ്ങ തന്നെയാണ്, നല്ല മണമുണ്ട്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. പിന്നെ നല്ല കളറുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പീൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തൊലി ഒന്ന് വലിച്ചെടുക്കാം. നല്ല കളറില്ലേ ഇത് കാണാൻ, കണ്ടോ? ഇതേപോലെ ഇങ്ങനെ നന്നായി തൊലി വലിച്ചെടുക്കുക. സൂപ്പർ അല്ലേ? ഇതും നല്ല ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു മാംഗോ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. നല്ലൊരു മാങ്ങ തന്നെയാണ്. ഇങ്ങനെയുള്ള മാങ്ങകളുടെയൊക്കെ ഓരോ തൈ നമ്മുടെ വീട്ടിൽ നട്ടു വെച്ചാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് മാംഗോ നമുക്ക് കഴിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് മാങ്ങകൾ പരിചയപ്പെടുത്തി തന്നില്ലേ. ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.